ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന ഒരു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തിറങ്ങി. കേരള സിനിമാ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ച ആ റിപ്പോർട്ടിൽ എന്താണ് ഉള്ളത്? സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നടിമാർ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങൾ കാലാകാലങ്ങളായി നടക്കുന്നതാണ്. അവയിൽ നിന്നെല്ലാം വേറിട്ട് മലയാള സിനിമാ ലോകത്ത് എന്താണ് സംഭവിക്കുന്നത്? ആദ്യം ഹേമ കമ്മിറ്റിയെക്കുറിച്ച് നമ്മൾ അറിയണം. മലയാള സിനിമാ നടൻ ദിലീപ് യുവനടിയെ ആക്രമിച്ചു. 85 ദിവസത്തെ ജാമ്യത്തിനു ശേഷം ഇന്നും അയാൾ സിനിമയിൽ സജീവമായി തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് WCC എന്ന സംഘടന വന്നത്. മലയാള സിനിമയിലെ പ്രമുഖ നടിമാരും സംവിധായകമാരും സാങ്കേതിക വിദഗ്ധരും അടക്കം 17 പേർ ചേർന്നാണ് ഈ WCC രൂപീകരിച്ചത്. മലയാള സിനിമയിലെ വനിതാ പ്രവർത്തകർ നേരിടുന്ന ലൈംഗികവും തൊഴിൽപരവുമായ ചൂഷണങ്ങൾക്കെതിരെയുമാണ് ഈയൊരു സംഘടന പിറവിയെടുത്തത്. സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ അവരുടെ ശബ്ദമായി മാറിയ ഈയൊരു സംഘടനയുടെ ഇടപെടലാണ് ഹേമ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് കാരണമായത്. മലയാള സിനിമാ ലോകത്ത് നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചും തൊഴിൽപരമായ ചൂഷണങ്ങളെക്കുറിച്ചും അന്വേഷിക്കാൻ, തുടർന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കേരള ഹൈക്കോടതി ഉത്തരവിൻ പ്രകാരം ജഡ്ജി ഹേമയുടെ കീഴിൽ 2017 ഒരു കമ്മിറ്റി രൂപീകരിച്ചു. 2017 ഈ കമ്മിറ്റി രൂപീകരിച്ചതെങ്കിലും അന്വേഷണങ്ങളെല്ലാം അവസാനിപ്പിച്ച് 2019 കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻപാകെ അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇത് വെറും റിപ്പോർട്ടല്ല, എവിഡൻസ് സഹിതം വീഡിയോ, ഓഡിയോ എവിഡൻസ് ഉൾപ്പെടെ 290 പേജുകളുള്ള ഒരു റിപ്പോർട്ടായിരുന്നു അത്. എന്നാൽ കേരള ഗവൺമെന്റ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും അത് പ്രത്യക്ഷത്തിൽ പുറത്തുവിട്ടില്ല. ഒരു ആക്ഷനും എടുത്തതുമില്ല. പലരും ഇതിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും അന്ത്യമുണ്ടായില്ല. അങ്ങനെ പല ചർച്ചകൾക്ക് ശേഷം ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരള ഗവൺമെന്റ് പുറത്തുവിട്ടു. 290 പേജ് ഉണ്ട്. എന്നാൽ ഏകദേശം 55 പേജ് വ്യക്തിഗത നിക്ഷേപങ്ങൾ തിരുത്തി 235 പേജുകൾ മാത്രമാണ് പരസ്യമാക്കിയിട്ടുള്ളത്. പ്രത്യക്ഷത്തിൽ പേര് നൽകിയിരിക്കുന്ന ഐഡന്റിറ്റി സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. ഈ ഒരു റിപ്പോർട്ടിൽ കമ്മിറ്റി യഥാർത്ഥത്തിൽ സംസാരിച്ചത് ഇതാണ്: പ്രത്യക്ഷത്തിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്, അതിനെ മാഫിയ എന്ന് വിളിക്കുന്നു. ഇതിൽ ഏകദേശം 15 പുരുഷന്മാരുണ്ട്. അവർ എല്ലാം നിയന്ത്രിക്കുന്നു. ഇവരിൽ ആരെയും വ്രണപ്പെടുത്താനോ അവർക്ക് നേരെ ഒരു വാക്ക് പറയാനോ ഒരു സ്ത്രീയോ പുരുഷനോ ധൈര്യപ്പെടുന്നില്ല എന്ന് റിപ്പോർട്ട് പറയുന്നു. 55 പോയിന്റോടുകൂടി പുറത്തുവിട്ട ഈ റിപ്പോർട്ടിൽ പല കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കേണ്ട വിഷയമാണ്. ഒരു വാക്കൊന്ന് മാറിപ്പോയാൽ മുഴുവൻ വിഷയവും മാറിപ്പോകുന്ന അവസ്ഥയാകും. അതിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ തിളങ്ങുന്നു, ചന്ദ്രൻ പ്രകാശിക്കുന്നു. പക്ഷെ നേരിൽ ചെന്ന് നോക്കുമ്പോൾ നക്ഷത്രം അത്ര ഭംഗിയുള്ളതായിരിക്കില്ല, പ്രകാശിക്കില്ല, ആളി കത്തുകയായിരിക്കും ചെയ്യുന്നത്. ചന്ദ്രനും വികൃതമായിരിക്കും. സിനിമാ ലോകത്ത് ജീവിക്കുന്ന സ്ത്രീകളുടെ ജീവിതം ദൂരെ നിന്ന് നോക്കുമ്പോൾ മനോഹരമായി തോന്നും, എന്നാൽ അടുത്തെത്തുമ്പോൾ അതങ്ങനെ ആയിരിക്കില്ല. ഇങ്ങനെയാണ് ആ റിപ്പോർട്ടിന്റെ തുടക്കം തന്നെ. അതായത് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഉപ്പ് പോലും പഞ്ചസാരയായി തോന്നും. മലയാള സിനിമാ ലോകത്ത് അവസരങ്ങൾ ലഭിക്കാൻ പല കാലമായി അഭിനയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആപത്തായ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നതായും ഈ റിപ്പോർട്ടിൽ പറയുന്നു. പ്രൊഡ്യൂസർ, ഡയറക്ടർ തുടങ്ങിയവരെല്ലാം സ്ത്രീ അഭിനേതാക്കളെ അഡ്ജസ്റ്റ്മെന്റിന്, വിട്ടുവീഴ്ചയ്ക്ക് പ്രേരിപ്പിക്കുന്നതായും അതിന് സമ്മതിക്കുന്നവരെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന നടിമാർ എന്ന മുദ്രകുത്തി പിന്നീട് അവർ അറിയപ്പെടുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇങ്ങനെയുള്ള ഈ അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ഓഡിഷന് പോകുമ്പോൾ തന്നെ അതിനുവേണ്ടി ഒരു പ്രത്യേക കോളം മാറ്റിവെച്ചിട്ടുണ്ടാകും. ആ കോളത്തിൽ എല്ലാം തന്നെ നമ്മൾ മെൻഷൻ ചെയ്യണം. നമ്മൾ അതിൽ എസ് എന്ന് പറഞ്ഞാൽ നമ്മളെ തേടി ഒരുപാട് അവസരങ്ങൾ വരും. പെട്ടെന്ന് തന്നെ കോൾ വരും. ഇനി നോയാണ് പറയുന്നതെങ്കിൽ അതോടുകൂടി നമ്മുടെ സിനിമാ സ്വപ്നം തന്നെ അവസാനിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഓഡീഷന് പോകുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല. കൂടെ നിങ്ങളുടെ അച്ഛനെയോ അമ്മയെയോ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ആരെങ്കിലും കൊണ്ടുപോകണം. അല്ലാത്ത പക്ഷം നിങ്ങൾ ഒരിക്കലും സുരക്ഷിതരല്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. നിങ്ങൾ ഷൂട്ടിംഗ് അവസാനിപ്പിച്ച് വിശ്രമിക്കാൻ മുറിയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടൽ മുറിയെടുക്കുകയോ ചെയ്താൽ മദ്യപിച്ച് സെക്സ് ആവശ്യപ്പെട്ട് വാതിൽ മുട്ടാനും സിനിമാ ലോകത്തിലുള്ള കുറേയേറെ പേർ വരും. തുറക്കാൻ വിസമ്മതിക്കുകയാണെങ്കിൽ ബലം പ്രയോഗിച്ച് കതക് പൊളിക്കേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അതിനാൽ അങ്ങനെ പോകുന്നവർ, അങ്ങനെ സ്റ്റേ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടായിരിക്കണം. അമ്മ, അച്ഛൻ, ആരെങ്കിലും. ഇതും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്.
സെറ്റിൽ വസ്ത്രം മാറാനുള്ള മുറികളില്ല, സെറ്റിൽ ടോയ്ലറ്റ് സൗകര്യം പോരാ, സ്ത്രീകൾക്ക് അണുബാധയുണ്ടാകുന്നു. ഇങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടേ പോകാം. ഇത് മലയാളത്തിൽ അഭിനയിക്കുന്ന നടിമാരിൽ നിന്നും വാങ്ങിയ വിവരങ്ങളാണ് ആ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തത്. അതായത് അവർ നേരിട്ട് ചെന്ന് ഓരോ നടിമാരോടും സംസാരിച്ച് അവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത്. കൂടെ പറഞ്ഞത് മലയാള സിനിമ സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. മറ്റു ജോലി പോലെ അല്ലാതെ ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്നത് ഇവിടെ വർദ്ധിച്ചു വരുന്നുണ്ട്. സിനിമാ ലോകം തന്നെ ഈ ലൈംഗിക പീഡനങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് എന്ന വിവരം പുറത്തുവിട്ടു. ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് പോലുള്ള ഇൻഡസ്ട്രീസിൽ സ്ത്രീകൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് തള്ളപ്പെടുന്നില്ല. അവിടെയെല്ലാം അവരുടെ കഴിവ് മാത്രമാണ് അംഗീകരിക്കുന്നത്. അത് വച്ച് അവർക്ക് ഒരുപാട് അവസരങ്ങളും ലഭിക്കുന്നു. എങ്കിലും അവിടെയും ഇതുപോലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എങ്കിലും സിനിമാ ലോകത്ത് ലൈംഗിക ചൂഷണം മാത്രമാണ് മുൻഗണന. അതാണ് ഇവിടെ യഥാർത്ഥ സത്യവും. ഒരു മുന്നണി നടി പറഞ്ഞ കാര്യവും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. താൻ നേരിടുന്ന ലൈംഗിക ആക്രമണങ്ങൾ ഒരു കംപ്ലൈന്റ് ആയിട്ട് പോലും താൻ ഇതുവരെ കൊടുത്തിട്ടില്ല. തനിക്ക് വരുന്ന സൈബർ ആക്രമണങ്ങളെയും അതേ തുടർന്നുണ്ടാകുന്ന ഭയവുമാണ് അതിന് കാരണം. ഇത് കാരണം പുറത്ത് പറയുന്നില്ല എന്നും അവർ പറഞ്ഞു. ഇത് ചെയ്യുന്നതെല്ലാം, ഇതിന് പുറകിലുള്ളവരെല്ലാം ഒരു കൂട്ടം ശക്തരായവർ ഉൾപ്പെട്ടിട്ടുള്ള ഒരു മാഫിയയാണ്. അവരെ എതിർത്ത് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പല തടസ്സങ്ങളെയും എതിർപ്പുകളെയും തരണം ചെയ്ത് പുറത്ത് പറഞ്ഞാൽ പ്രശ്നക്കാരിയായ നടിയെന്ന് മുദ്ര കുത്തപ്പെടും. അതല്ലാതെ ഒരവസരവും നമുക്ക് ലഭിക്കുകയില്ല. അവർക്കെതിരെ യാതൊരു ആക്ഷനും എടുക്കില്ല. ആരും നമുക്ക് അവസരം നൽകുകയില്ല എന്നും പറയുന്നു. അതായത് ഇതൊക്കെ ചില നടിമാർ ആ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോ പറഞ്ഞ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒരു ഭൂകമ്പം തന്നെ കേരളത്തിൽ സൃഷ്ടിച്ചു എന്ന് പറയാം. ഇത് മലയാള സിനിമ ലോകത്തിൽ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പല മേഖലകളിലും സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക പീഡനങ്ങൾ നടക്കുന്നുണ്ട്. ഇനി കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കാം. 2019 തന്നെ ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. 4 വർഷമായി ഇത് പുറത്തുവിടാതെ കേസ് നടക്കുകയായിരുന്നു. അവസാനം കഴിഞ്ഞ വെള്ളിയാഴ്ച പോലും രഞ്ജിനി എന്ന നടി ഒരു കേസ് ഫയൽ ചെയ്തു. ഇത് പുറത്തു വരികയാണെങ്കിൽ തൻ്റെ സ്വകാര്യമായ കാര്യങ്ങളെല്ലാം പുറത്തു വരും, ഇത് പുറത്തുവിടാൻ പാടില്ല എന്ന്. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന കുറേയേറെ കാര്യങ്ങൾ ഇതിനകം ഞാൻ പറഞ്ഞു. അതിൽ ഒരു സ്ത്രീ ഇവരാണ്. ഇവർ അവസാന നിമിഷം കോടതിയെ സമീപിച്ച് നടത്തിയ നാടകം WCCയുടെ അറിവോടുകൂടിയാണോ? സത്യം ഇതാണ്. റിപ്പോർട്ട് പുറത്തു വരുന്നതിനെ സംബന്ധിച്ച് ദിവസങ്ങളോളം WCC വാട്സപ്പ് ഗ്രൂപ്പിൽ സജീവമായ ഒരു ചർച്ച നടന്നിരുന്നു. അന്നെല്ലാം രഞ്ജിനി മൗനം പാലിച്ചു. എന്നാൽ കേസ് ഫയൽ ചെയ്തതിനു ശേഷം മാത്രമാണ് ഇക്കാര്യം ഗ്രൂപ്പിൽ പറഞ്ഞത്. അതും ഈ വാർത്തയെല്ലാം പുറത്തു വന്ന് ഒരു വൈകുന്നേര സമയം. അതിനാൽ രഞ്ജിനിയുടെ ഈ ഒരു നീക്കം നിഷ്കളങ്കമായ ഒന്നല്ല എന്ന് ചില അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇതിനർത്ഥം ഇതിന് പുറകിൽ ഒരു വലിയ ശക്തിയുണ്ട് എന്ന്. ഹോളിവുഡിൽ മീ ടു എന്ന ഒരു സാമൂഹിക പ്രസ്ഥാനം രൂപം കൊണ്ടു. അതായിരുന്നു സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങളെല്ലാം പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ആദ്യ പടിയായി മാറിയത്. അതായത് ഹോളിവുഡിൽ ഇതേ പ്രശ്നം തന്നെ ഉണ്ടായിരുന്നു. 2017 ഒക്ടോബറിൽ ഹാർവി വെൻസ്റ്റീനെതിരെ നിരവധി ലൈംഗിക അധിക്ഷേപ ആരോപണങ്ങൾ വെളിപ്പെടുത്തിയതിനെ തുടർന്ന് ഈ പ്രസ്ഥാനം സോഷ്യൽ മീഡിയയിൽ ഒരു ഹാഷ്ടാഗായി വൈറലായി പ്രചരിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ മീറ്റുവിന് ശേഷം പല സംഭവങ്ങളായിരുന്നു പുറത്തു വരാൻ തുടങ്ങിയത്. സമൂഹത്തിൽ വളരെ ഉയർന്ന സ്ഥാനത്തുള്ള പലരുടെയും തല താഴ്ത്താൻ ഈ മീറ്റു കാരണമായി മാറി. ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പലരും പറയുന്നൊരു കാര്യം, കൺസെന്റോടുകൂടിയല്ലേ ഇത് ചെയ്തത് എന്ന്, സമ്മതത്തോടുകൂടിയല്ല ഇത് ചെയ്തത് എന്ന്. ഈ സ്ഥലത്ത് സെക്ഷൽ അബ്യൂസ് എന്നത് ഒരിക്കലും ഒരു സെക്സ് അല്ല. അത് സമ്മതിച്ച് ചെയ്തു, സമ്മതിക്കാതെ ചെയ്തു, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇവിടെ സെക്സിന് പറയാൻ പറ്റിയ മികച്ച മറ്റൊരു വാക്ക് പവർ എന്നാണ്. അവിടെ ഒരാൾ പവറിലുണ്ട്, അധികാരത്തിലുണ്ട്. അയാൾ അധികാരം ഉപയോഗിച്ച് നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നു. അങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പലരും തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പല മേഖലകളിൽ, മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ എന്നല്ല, പല ഭാഷകളിൽ. അപ്പോൾ ഈ പവർ തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പവറിനെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞു, സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ അവരുടെ ശബ്ദമായി മാറിയ ഈ സംഘടനയുടെ ഒരു ഇടപെടൽ കൊണ്ടാണ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചത്. എന്നാൽ ഇതേ കമ്മിറ്റിയിലെ സ്ഥാപക അംഗത്തിനെതിരെ അതേ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഒരു പരാമർശം വന്നാൽ എങ്ങനെ ഇരിക്കും? അതെ, ഇത് കഥയൊന്നുമല്ല, യഥാർത്ഥമാണ്. ഹേമ കമ്മിറ്റിയിലെ 135-ാം പേജിൽ 268-ാം പാരഗ്രാഫിൽ അവരിൽ ഒരാൾക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണമുണ്ട്. ആ പാരഗ്രാഫ് മുഴുവനും അവർക്കെതിരെയുള്ള പരാമർശങ്ങൾ മാത്രമാണ്.
വെറും ആരോപണമൊന്നുമല്ല, അവർ നൽകിയ മൊഴി സംബന്ധിച്ചും അതിലുള്ള പൊള്ളത്തരവുമെല്ലാം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി ആ പ്രസ്തുത പാരഗ്രാഫിലേക്ക് പോകാം. WCC അംഗങ്ങൾക്ക് പിന്നീട് സിനിമയിൽ അവസരം കുറഞ്ഞു. കാരണം വളരെ ലളിതം, അവർ ആ സംഘടനയിലെ അംഗങ്ങളായി. സിനിമാ ലോകത്തിലെ അതിക്രമങ്ങൾക്കെതിരെ അവർ ശബ്ദമുയർത്തി. എന്നാൽ ഒരാൾക്ക് മാത്രം സിനിമയിൽ അവസരം കുറഞ്ഞില്ല, മറിച്ച് കൂടി. സ്വാഭാവികമായും നമ്മൾ സംശയിച്ചേക്കാം, അവരുടെ മേന്മ കൊണ്ടാണ് അവർക്ക് പിന്നെയും അവസരങ്ങൾ ലഭിച്ചത് എന്ന്. എന്നാൽ റിപ്പോർട്ടിലെ ബാക്കി വാചകങ്ങൾ കൂടെ വായിക്കുമ്പോഴാണ് കഥയിലെ വഴിത്തിരിവ് മനസ്സിലാകുന്നത്. ഈ സ്ഥാപക നടി കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയിരുന്നു. അവരുടെ മൊഴിയുടെ ചുരുക്കം ഏതാണ്ട് ഇങ്ങനെയാണ്: മലയാള സിനിമയിൽ യാതൊരുവിധ പ്രശ്നവും നേരിടുന്നില്ല, ലൈംഗിക ചൂഷണവും നടക്കുന്നില്ല, അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടേയില്ല. ഇതിൽ കേട്ടിട്ടില്ല എന്ന വാക്കിന് അടിവരയുണ്ട് ആ റിപ്പോർട്ടിൽ. ഒരു തവണയല്ല, ആവർത്തിച്ച് അവർ ഈ മൊഴി പറഞ്ഞുവെന്നാണ് കമ്മിറ്റി വ്യക്തമാക്കുന്നത്. തൊട്ടു ചേർന്നുള്ള കമ്മിറ്റിയുടെ വാചകം കൂടെ നമ്മൾ വായിക്കണം. സത്യത്തിൽ നിന്നും വളരെ വളരെ അകലെയാണ് ഈ മൊഴി. സ്വാർത്ഥ നേട്ടത്തിനായി ഈ താരം കള്ളം പറയുകയാണ് എന്ന് സമിതിക്ക് ബോധ്യപ്പെട്ടു. ആ താരം നൽകിയ തെളിവുകൾക്കും മൊഴികൾക്കും അതിനാൽ വലിയ വില കൽപ്പിക്കാനാകില്ല എന്നും സമിതി പറഞ്ഞു. മറ്റാരും തന്നെ ഇത്തരത്തിൽ ഒരു മൊഴി നൽകിയിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ ഞാൻ ഇതിനകം പറഞ്ഞ ഒരു കാര്യം ഇവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. 2017 ഫെബ്രുവരി മാസം 17 രാത്രി കേരളത്തിലെ ഒരു യുവ നടി ആക്രമിക്കപ്പെട്ടു. വെറുതെ ആക്രമിക്കപ്പെട്ടതല്ല, ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ വെച്ച് ലൈംഗികമായി ആക്രമിക്കപ്പെട്ടു. അതിനുശേഷം വൈകുന്നേരം കൊച്ചി ദർബാർ ഹാൾ മൈതാനത്തിൽ വെച്ച് സിനിമാക്കാരുടെ ഒരു പ്രതിഷേധ യോഗം ചേർന്നു. അവിടെ വെച്ച് ഒരു പ്രമുഖ നടി പ്രഖ്യാപിച്ചു, ഈ സംഭവത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന്. മഞ്ജു വാര്യർ എന്ന മലയാളത്തിലെ പ്രഖ്യാപിത ലേഡി സൂപ്പർ സ്റ്റാറാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. അതെ, അതിൽ നിന്നാണ് WCCയും മലയാള സിനിമയിലെ സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണങ്ങളിലേക്കുമുള്ള പോരാട്ടം ആരംഭിക്കുന്നത്. ആ സംഘടനയുടെ സ്ഥാപക നേതാവിൽ ഒരാളാണ് അത്തരത്തിൽ ഒന്നും നടന്നതായി തന്റെ അറിവിൽ ഇല്ല എന്ന് പറഞ്ഞത്. സ്ഥാപക നേതാക്കളിലെ 3 പേർ സംഘടന വിടുകയും സജീവമല്ലാതാവുകയും ചെയ്തു. ആരെല്ലാമാണ് WCC വിട്ടുപോയ ആ സ്ഥാപക അംഗങ്ങൾ? 1 സംവിധായിക വിധു വിൻസെന്റ്, 2 നടി സുരഭി ലക്ഷ്മി, 3ാമതായ ഒരാൾ സംഘടന അംഗത്വം വിട്ടിട്ടില്ല, പക്ഷെ പ്രവർത്തിക്കുന്നത് നിർത്തി. മഞ്ജു വാര്യരാണ് അത്. അമ്മയിൽ നിന്നും അംഗത്വം രാജിവെക്കാൻ WCC അംഗങ്ങൾ തീരുമാനിച്ചപ്പോൾ അതിനോട് മുഖം തിരിച്ചു നിന്നതും ഒരേയൊരാൾ മാത്രം. കാരണം പവർ ഗ്രൂപ്പിലെ സൂപ്പർ താരത്തിനെതിരെ നിലപാടെടുക്കാൻ ആ സൂപ്പർ നടിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നതായിരുന്നു വിശദീകരണം. നടിക്ക് ഇപ്പോൾ കൈ നിറയെ പടങ്ങളുണ്ട്, സൂപ്പർ താരങ്ങൾക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. ആരായിരിക്കും കമ്മിറ്റിയിലെ എല്ലാം നിഷേധിച്ച് മൊഴി നൽകിയ ആ നടി നൽകിയ ചോദ്യത്തിന് ഉത്തരം നിങ്ങളുടെ ഊഹത്തിന് തന്നെ വിടുകയാണ്. ശക്തരായ ആളുകൾ ചേർന്ന് കുറേയേറെ പേരെ സംരക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് അടിസ്ഥാന പ്രശ്നം തന്നെ ഉണ്ടാകുന്നത്. ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ മറയ്ക്കാൻ വളരെ കഠിനമായി പരിശ്രമിച്ചതിന് WCCയിലെ അംഗമായ പാർവതി അടക്കമുള്ള പല നടിമാർ പ്രതികരിച്ചിരുന്നു. കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉദ്ദേശം ആളുകളെ പേരെടുത്ത് പറഞ്ഞ് നാണം കെടുത്തുകയല്ല, മറിച്ച് എല്ലാവരെയും സംരക്ഷിക്കാൻ കഴിയുന്ന ജോലി സ്ഥലത്തെ സമ്പ്രദായങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മെ സംരക്ഷിക്കാൻ നമുക്ക് പുരുഷന്മാരെ ആവശ്യമില്ല, മറ്റുള്ളവരെ സംരക്ഷിക്കുന്നത് പുരുഷന്മാർ അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. പവർഫുള്ളായ വ്യക്തികൾ, ശക്തരായ പുരുഷന്മാർ പരസ്പരം സംരക്ഷിക്കുന്നു എന്നുള്ളതിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ വ്യക്തമായ ഒരു ഉദാഹരണമാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇത് ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.